ഇത് കഴിയുമ്പം കുറേ സോക്കാൾഡ് കായിക പ്രേമികളും സ്പോർട്സ് ലവേഴ്സും ഫുട്ബോൾ പ്രേമികളും ക്രിക്കറ്റ് പ്രേമികളല്ല ഫുട്ബോൾ പ്രേമികൾ തന്നെ തെറി വിളിക്കാൻ വരും. എന്നാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കണ്ടായിരിക്കും, അർജന്റീന ടീമിൻ്റെ കേരള സന്ദർശനം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നതിൽ BCCIക്ക് എതിർപ്പ്, ഫുട്ബോൾ മത്സരം നടത്തിയാൽ വനിതാ ഏകദിന ലോകകപ്പ് വേദിയാക്കില്ല എന്നുള്ള മുന്നറിയിപ്പ്. സ്വാഭാവികമായിട്ടും BCCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ KC അതിനെ എതിർക്കും. പിന്നെ അവിടെ വെച്ച് മത്സരം നടത്താൻ അവർ അനുവദിക്കത്തില്ല. എന്തിനവർ അനുവദിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കയ്യിലിരുന്ന സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു കലൂർ സ്റ്റേഡിയം. ഈ കലൂർ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം ഗ്രൗണ്ടായിട്ട് വിട്ടുകൊടുത്തു. അതിന് മുമ്പ് നമ്മുടെ കൊച്ചി ടസ്കസ് കേരളയുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു അത്. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏറ്റവും മികച്ച ബോളിംഗ് ഇന്നിങ്സുകൾ പിറന്നത്. സച്ചിൻ്റെ കരിയറിലെ പൊന്തൂവലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബോളിംഗ് റെക്കോർഡുകളെല്ലാം പിറന്നത് കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു. ക്രിക്കറ്റിന് നല്ല ഫാൻ ബേസും ഫോളോവർഷിപ്പും എല്ലാം കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ സപ്പോർട്ട് രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തതിന് ശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. KCIക്ക് മറ്റൊരു ഏകദിന മത്സരം കിട്ടിയ സാഹചര്യത്തിൽ അവിടെ വെച്ച് മത്സരം നടത്തുന്നതിന് അനുമതി ചോദിച്ചപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേഡിയം ഞങ്ങളുടെ മത്സരം നടത്തിയതിന് ശേഷം പഴയതുപോലെ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ വികാരമൂത്ത കുറേ ആളുകൾ അതിന് സമ്മതിച്ചില്ല. അവർ കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പിച്ച് കുത്തിപ്പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫുട്ബോൾ സ്റ്റേഡിയം ആക്കാൻ പറ്റില്ല, മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ന് KCയോട് ചെയ്ത് നെറുകേട് തന്നെയാണ്. ആ നെറുകേടിൻ്റെ കഥ വിട്ടിരിക്കട്ടെ. ഇന്നത്തെ പ്രമുഖ കമൻറ്റേറ്റർമാരൊക്കെ വന്നിരുന്ന് ചാനലുകളിൽ ഘോരം പ്രസംഗിച്ച് അവരെന്തോ മഹാപരാധം ചെയ്യുന്നത് പോലെയാണ് എന്ന തരത്തിൽ പിന്നെ സ്വന്തം സ്റ്റേഡിയം അവരേതാണ്ട് ഉപേക്ഷിച്ച അവസ്ഥയിലേക്ക് തന്നെ പോയി. ഓക്കെ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഹോം ഗ്രൗണ്ട് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോഴും ഓർക്കണം, അതൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം അല്ല. നമ്മളൊരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ ഒരു പിച്ചുണ്ടാക്കിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ആരാധകർക്ക് ഒരു റിയൽ ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എത്രമാത്രം ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് നമ്മൾ ഫുട്ബോൾ കാണുന്നത്. എന്നിട്ട് പോലും ആരാധകരുടെ ഒരു പ്രഭാവം താരങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു യഥാർത്ഥ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണെങ്കിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോ നമുക്ക് വേണ്ടതൊരു റിയൽ ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു. നമ്മളുടെ ഈ ഒരു മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ മന്ത്രിയുടെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സന്തോഷ് ട്രോഫി നേടിയതിനു ശേഷമാണ്, നമ്മുടെ കേരള ടീം സന്തോഷ് ട്രോഫി നേടിയതിനു ശേഷം പറഞ്ഞാണ് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിനെ മറക്കാനേ ആക്കാൻ പോകുന്നത്. ഈ മറക്കാനേ വെച്ച് എന്താ ഇവന്മാർക്ക് ഫുട്ബോളിൽ നിർത്താൻ പറ്റുന്നില്ലേ? മഞ്ചേരി സ്റ്റേഡിയം കാട് മൂടി കിടക്കുവാണ്. ഇപ്പം അതിനെ മറക്കാനേ ആക്കിയെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയം ആക്കുമെന്ന് പറഞ്ഞിട്ട് പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കി അവിടെ കളി നടത്തിക്കൂടി. എന്തിനിപ്പം ഗ്രീൻഫീൽഡിലോട്ട് പോകുന്നു? ഗ്രീൻഫീൽഡിൽ കളി നടത്താൻ അവന്മാർ സമ്മതിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം സമ്മതിക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് ഞാൻ ഫുട്ബോൾ വിരോധിയാണ് എന്ന് കുറേ ആളുകൾ ചാപ്പ് കുത്തിയാൽ പോലും ഞാൻ ഇപ്പം KCയുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. കാരണം എന്തിനവർ അനുവദിക്കണം? പണ്ട് കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്തു. അതിൻ്റെ അവസ്ഥ എന്താണ്? പ്രോപ്പർ മെയിൻ്റനൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ടർഫ് മാത്രം നന്നായിട്ട് പോകുന്നു എന്നല്ലാതെ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ അവസ്ഥയായാലും സീറ്റിങ്ങിൻ്റെ അവസ്ഥയായാലും എല്ലാം നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. പ്രോപ്പർ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. അതാണ് ഇപ്പോൾ ലൈസൻസ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ. ഇനിയിപ്പം ഗ്രീൻഫീൽഡ് കൂടി അവന്മാർക്ക് അങ്ങനെ വിട്ടുകൊടുക്കണോ? ഗ്രീൻഫീൽഡിൽ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ്, വർഷത്തിൽ 1-2 മത്സരം, അതായത് 2-3 വർഷം കൂടുമ്പോൾ ഒരു മത്സരമാണ് ഇന്ത്യയുടെ ഗ്രീൻഫീൽഡിൽ കിട്ടുന്നത്. അതൊന്നും വേണ്ട. അവിടെ ഫുട്ബോൾ വളർത്താൻ വേണ്ടി ഗ്രീൻഫീൽഡ് ഇവിടെ ഫുട്ബോൾ വളർത്താൻ വേണ്ടി ഈ യുവമാർ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? മെസ്സി വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ടീമിൻ്റെ പറ്റിപ്പുകളുടെ കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടത്തെ മാംഗോ ഫോണിൻ്റെ കഥ തൊട്ടെടുത്ത് ഇങ്ങോട്ടിടേണ്ടി വരും. തൽക്കാലം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവന്മാർ മറക്കാനെ ആക്കിയ മഞ്ചേരിയിൽ വെച്ച് മത്സരം നടത്തിക്കൂടെ? അപ്പോൾ മഞ്ചേരി മറക്കാനെ ആക്കും എന്ന് അന്ന് തള്ളിയത് കയ്യടി കിട്ടാനാണ് എന്ന് മനസ്സിലായല്ലോ. പിന്നെ അവന്മാർ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം അന്ന് സബീന പാർക്ക് കൊണ്ടാക്കട്ടെ. കൊച്ചി സ്റ്റേഡിയം നല്ല രീതിയിൽ നവീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ്, ലൈസൻസും ഇല്ല. ഇനിയിപ്പം നടക്കുന്ന കാര്യമാണോ? നടക്കത്തേ ഇല്ല. ഇപ്പം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്ത് അവന്മാർ അവിടെ നടത്താമെന്ന് പറയുന്നത് എന്താ? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഏകദേശം ഒരു കിഡിലൻ ലെവൽ സ്റ്റേഡിയം തന്നെയാണ്. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. മീൻസ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, അമ്പലം, മുസ്ലിം പള്ളി ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന എന്താണ് പറയുന്നത്, ഒരു മതമൈത്രിയുടെ ഐക്കൺ, ഏറ്റവും മികച്ച വിഷ്വൽസ് ലഭിക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അവിടെയും കൊണ്ട് നടത്തണമെങ്കിൽ ഒരുപാട് പരിപാടികളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ KCയുടെ ഫുൾ കൺട്രോളിലിരിക്കുന്ന KCS നന്നായിട്ട് സ്റ്റേഡിയം പരിപാലിക്കുന്നില്ല എന്ന് പറയാൻ വരും. KCയെ പരിപാലിക്കേണ്ട സമയത്ത് അവന്മാർ പരിപാടി നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ല ചിലവുള്ള ടിക്കറ്റ് ഇതേ കായിക മന്ത്രി പറഞ്ഞതാണ്, കാശുള്ളവന്മാർ കളിയണ്ടാൽ മതി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഇമാതിരി ഡയലോഗൊക്കെ അടിച്ചവന്മാരുടെയാണ് കായിക സ്നേഹം വഴിപൊട്ടി ഒഴുകുന്നത്. ആക്ച്വലി ഇപ്പം മെസ്സിയെ കൊണ്ടുവന്ന് കളി നടത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഹോം ഗ്രൗണ്ട് നന്നാക്കി അതിനെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ ആക്കിയെടുത്ത് ഇവന്മാർക്ക് നടത്തിക്കൂടെ? ചെയ്യില്ല. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും, മറക്കാനെ ആക്കുമെന്ന് തള്ളിയതല്ലേ, അത് ചെയ്യാൻ ഉദ്ദേശമില്ല. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഉണ്ടല്ലോ, അതും നന്നാക്കാൻ ഉദ്ദേശമില്ല. ഇനിയിപ്പം ഗ്രീൻഫീൽഡിൻ്റെ നെഞ്ചത്തോട്ട് പോയി കഴിഞ്ഞാൽ BCCI കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ, BCCI നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ KCയെ കൊടുക്കാൻ പോകുന്നില്ല. ഇവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള എക്സാക്ട്ലി ഞാൻ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ വേണം, ഫുട്ബോൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന മണ്ടന്മാരെ കബളിപ്പിക്കാനുള്ള ഒരു പൊറാട്ട് നാടകം മാത്രമാണ്
ഈ ഒരു സാധനം. അല്ലാതെ മിനിമം ഉളുപ്പുണ്ടെങ്കിൽ പറയോടെ ഗ്രീൻഫീൽഡ് വെച്ച് മത്സരം നടത്തണമെന്ന്. പണ്ട് KCA വിട്ടുകൊടുത്തതല്ലേ കൊച്ചി സ്റ്റേഡിയം, അതിൻ്റെ അവസ്ഥ എന്താ ഇപ്പം? സോ ഇതിൻ്റെ പേരിൽ തന്നെ ഫുട്ബോൾ വിരോധി ആക്കിയാലും കുഴപ്പമില്ല. ഇപ്പം KCA അവരുടെ സ്റ്റേഡിയം മെസ്സിയെ കൊണ്ടുവരാനെന്നല്ല ഒരു സാമാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് വളരെ വലിയൊരു സ്കാമാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വേറെ നിയമ നടപടികളായിട്ട് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പം വീണ്ടും നമ്മളുടെ വികാരം വിൽക്കപ്പെടുന്നു, നമ്മൾ കബളിപ്പിക്കപ്പെടുന്നു. ഇവന്മാർക്ക് ഫുട്ബോളിനെ വളർത്താനാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് അവിടെ കളി നടത്തടേ. എന്തൊരു KCയുടെ കയ്യിരിക്കുന്ന സമാനത്തിലോട്ട് ഇനി അവന്മാർ കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് വേണമെന്ന് പറയും. പണ്ട് ബൊളീവിയയിൽ പോയി മെസ്സിയും സംഘവും പരാജയപ്പെട്ടതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. അതുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇപ്പം ഇന്ത്യയിലുള്ള ഏക ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേണമെന്ന് അവന്മാർ പറയാതിരുന്നാൽ മതി. വേണമെങ്കിൽ കൃഷ്ണഗിരി വേണമെങ്കിലും KCA വിട്ടുകൊടുത്തേനെ, കാരണം അവിടെ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഗ്രീൻഫീൽഡ് അവരുടെ കയ്യിൽ ആകെയുള്ള ഒരു സാധനമാണ്. അത് തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ഇൻഹാൻഡ് പറ്റുന്നില്ല എങ്കിൽ പോലും അവർ മത്സരങ്ങൾ വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിധി വരെയെങ്കിലും. ഏതായാലും ഇവന്മാർ ഫുട്ബോളിനെ വളർത്താം എന്ന് പറഞ്ഞ് നമ്മളുടെ വികാരത്തിനെ വിറ്റ് വോട്ടാക്കി തേച്ചൊട്ടിക്കുന്ന പരിപാടി KCA പുണ്യാളന്മാരാണെന്നൊന്നും പറയുന്നില്ല. KCAക്ക് അത് ഒരുപാട് ലോബിയിങ് പരിപാടികൾ ഉള്ളതായിട്ട് നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകളും റൂമറുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പല താരങ്ങളുടെയും കരിയർ മോശമായിരിക്കുന്ന അവസ്ഥയിൽ പിന്തുണ നൽകിയില്ല, പിന്നിൽ നിന്ന് കുത്തി, അതുപോലുള്ള ഒരുപാട് മോശം വാർത്തകൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം KCAയുടെ നിലപാടിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് വിട്ടുകൊടുക്കത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ പൊറാട്ട് നാടകം നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഇനി അതിൻ്റെ പേരിൽ മെസ്സി വരത്തില്ല എന്ന് പറയും വേണമെങ്കിൽ ഒരു സാധനം ഇറക്കാമല്ലോ. ലേശം ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേണമെന്ന് പറഞ്ഞ് ഇവന്മാർ മെഴുകുന്ന പരിപാടി നിർത്തിയേനെ.